ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നൈറ്റാണ്, സോ അധികം ലൈറ്റ് ഇല്ല. ആൻഡ് ഇത് പിന്നെ ഒരു കുഞ്ഞു വീഡിയോ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. നമ്മൾ ഒരു 3 മാസം ആവുമല്ലേ, ഫെബ്രുവരി 4 നമ്മളതിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ചീത്തയായപ്പോൾ അതിൻ്റെ കംപ്രസറിന് എന്തോ ഒരു പ്രശ്നം വന്നു. അപ്പോൾ നമ്മൾ അതിന് പകരം ഒരു കുഞ്ഞു ഫ്രിഡ്ജ് മേടിച്ചു. ജിയോ റിലയൻസിൻ്റെ ജിയോ സ്മാർട്ടിൽ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് മേടിച്ചു. അത് മേടിച്ച് നമ്മൾ അന്ന് തന്നെ അവർ പാക്ക് ചെയ്യാന്ന് പറഞ്ഞു. നമ്മളിപ്പം പറഞ്ഞു ഈ ഫ്രിഡ്ജ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ ഫ്രിഡ്ജിന് കുറച്ച് പ്രശ്നമുണ്ടോ എന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു ഈ ഫ്രിഡ്ജ് അല്ലല്ലോ തരുന്നത്, വേറെ ഫ്രിഡ്ജ് ആയിരിക്കത്തില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയി. അവർ എറണാകുളത്ത് പിറ്റേന്ന് കൊണ്ട് തരുമെന്ന് പറഞ്ഞു. നമ്മൾ സാധനം മേടിക്കാൻ പോയി. വീടെത്താൻ നേരം തോന്നവേ അവർ വിളിച്ചു പറഞ്ഞു 4 മണിക്ക് എത്തിക്കാമെന്ന്. അങ്ങനെ അവർ ഫ്രിഡ്ജ് കൊണ്ടുവച്ചു. നമ്മളില്ലായിരുന്നു, ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ട് പോയി. എന്നിട്ട് 3 മാസം ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു വർഷമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മാറ്റി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ ഇതിൽ വീഡിയോ ഇടാം. നമുക്ക് ഫ്രിഡ്ജ് തുറക്കാൻ പറ്റത്തില്ല, ലിറ്ററലി തുറക്കാൻ പറ്റത്തില്ല. തുറക്കുമ്പോൾ അത് ഊരി പോകുന്നു. പിന്നെ ഫ്രണ്ടിലെ വേൾപൂൾ അല്ലേ, അത് വരെ ഊരി പോകുന്നു, അകോ എല്ലാം പോയി. അങ്ങനെ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു. നമ്മൾ അന്ന് കിട്ടി അന്ന് തൊട്ട് വിളിക്കാൻ തുടങ്ങി. ഒരാഴ്ച നമ്മൾ വിളിച്ചപ്പോൾ അവർ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. ഇല്ലേ, അല്ല നമ്മള് 4-ാം തീയതി വാങ്ങിച്ചു, 12-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി. കാരണം ഇത് അടിയിൽ തെർമോക്കൂൾ അവർ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ 12-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. തിരിച്ച് നമ്മൾ 17-ാം തീയതി വന്നു. 17-ാം തീയതി വന്നിട്ട് ഈ കംപ്ലൈൻറ്റ് ഒന്നൊന്നര ആഴ്ചയുള്ളൂ. അപ്പോൾ 17-ാം തീയതി തന്നെ നമ്മൾ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. 18-ാം തീയതി വേൾപൂളിൽ നിന്ന് വന്നു, സർവീസ് സെൻ്ററിൽ നിന്ന് വന്നു. സർവീസ് സെൻ്ററിൽ നിന്ന് ആ പയ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് കംപ്ലൈൻ്റ് ആണ്, അതിനെന്തോ പറയുന്ന ആ സാധനം ബീഡിങ് മാറ്റിയാൽ പോരാ, ഇത് ഫുള്ളും നിങ്ങൾക്ക് മാറ്റി പറയുന്നത് എനിക്ക് അറിയത്തില്ല, ടെക്നിക്കൽ അത് കാണിച്ചു കൊടുക്കുക, അതായത് കാണിച്ചു തരാം. അപ്പോൾ അത് മാറ്റിയാൽ മതി, അല്ല അത് മാറ്റിയാൽ പോരാ, ഇത് ഫുൾ കംപ്ലൈൻ്റ് ആണ്, നിങ്ങൾക്ക് പുതിയ ഫ്രിഡ്ജ് തരും. എന്നിട്ട് HR-നെയോ ആരെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് ആ പയ്യൻ ഇല്ല പണ്ടാരോ പറയും പോലെ പോയ വഴി പുല്ല് വരുത്തില്ലെന്ന് പറയും പോലെ അവൻ പോയി കൈ ഒഴിഞ്ഞിട്ട് അയാൾ പോയി. എന്നിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ജിയോയിൽ വിളിച്ച് നമുക്ക് ഇത് തന്ന് പറ്റിച്ച ആ സെയിൽസ്മാനെ വിളിച്ചു, ഇങ്ങനെ സംസാരിച്ചു. പിന്നെ അയാൾ പിന്നെ വേറെ പിന്നെയും മാർച്ചായി, ഫെബ്രുവരി ഫുൾ കഴിഞ്ഞു, ആരും വന്നില്ല, ഒന്നും ചെയ്തില്ല. അവസാനം മാർച്ച് 15-ാം തീയതിക്ക് ശേഷം ജിയോയുടെ സർവീസ് സെൻ്ററിൽ നിന്ന് ഒരാൾ വന്നു. മോശമായിട്ടൊരു സ്വഭാവം. കാരണം നമ്മൾ അങ്ങനെ വന്നിട്ട് തുറന്ന് മറ്റേ ഞാൻ പറഞ്ഞുതരാം, ബീഡിങ് വലിച്ചെടുത്തിട്ട് നമ്മളെടുത്ത് പറയുന്നു നിങ്ങൾ അത് ആദ്യമേ പറയണമായിരുന്നു, ഇപ്പൊ 3 മാസം കഴിഞ്ഞെന്ന് വെച്ചാൽ വന്നിട്ട് ഈ കണ്ണടച്ച് പറഞ്ഞിട്ട് പോവാന്ന് പറയത്തില്ല, അതുപോലെ വന്നിട്ട് അത് നിങ്ങളെ കുറ്റമാണെന്ന് പറഞ്ഞിട്ട് ബീഡിങ് പൊട്ടിച്ചു. കാണാപ്പുറം സ്ക്രിപ്റ്റഡ് ആയി വന്നിട്ട് ബീഡിങ് കീറി വെച്ചിട്ട് പോയി കളഞ്ഞു. ഇത് എന്ത് കസ്റ്റമർ സർവീസ് ആണ്, മോശമായിട്ടുള്ള. ഇപ്പൊ പറയാം ഒരു ചെറിയ ഫ്രിഡ്ജാണ്, പക്ഷെ അതിനെന്താ വാല്യൂ ഇല്ലേ? അതിന്റെ ആ പൈസക്ക് അവര് വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. ഒന്നും അല്ലെങ്കിൽ ഒരു വലിയ ഇതല്ലേ. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ലീഗൽ ടേംസിൽ പോവെന്ന് പറഞ്ഞു. കാര്യം ഇതിപ്പം മോർ ദാൻ മണി അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്ത് നമ്മളൊരു പേഴ്സണൽ പ്രശ്നമായി. ഒരാൾ ഒരു കസ്റ്റമർ സർവീസ് ഒരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ ആ ഒരു വാല്യൂ തരാതെ, അപ്പൊ എന്തായാലും ഇത് എത്ര എക്സ്റ്റെൻഡ് ആയാലും പോവെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് ഒന്നും ആയില്ല. എന്നിട്ട് അവസാനം വീണ്ടും ഇങ്ങനെ വിളിച്ചപ്പോ പിന്നെ ജിയോയിൽ തന്നെ ഗോകുൽ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, അതിന്റെ HR ആണെന്ന് പുള്ളി വിളിച്ചിട്ട് ഇല്ല കുഴപ്പമില്ല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വരുമെന്നുകൊണ്ട് വീണ്ടും ഒരാളെ വിട്ടു സർവീസ്. ഇങ്ങനെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് സർവീസ് സെന്ററിൽ നിന്ന് മൂന്ന് ആൾക്കാരെങ്ങാണ്ട് ഇവിടെ വന്നത്. അല്ല ഇത് സംഭവമല്ല, ഫ്രിഡ്ജ് മാറ്റൂല പോട്ടെ ശരി, എന്തോ അവിടെ നമുക്ക് അബദ്ധം പറ്റിപ്പോയി, അവര് ബീഡിങ് മാറ്റി തന്നാ മതി. അവസാനം നമ്മൾ വിചാരിച്ച ആ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ട് വരാം. നമുക്ക് പറ്റുമോ ഇപ്പൊ കംപ്ലൈന്റ് മെയിൻ ഓഫീസിലും ഇമെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും മോശം റിവ്യൂ ഉള്ള ഒരു സെന്റർ ആയിരുന്നു ജിയോ സ്മാർട്ട്. ജീവിതത്തെ അവിടെ പോകത്തില്ല. പറഞ്ഞു അമ്മ നോക്കിയിട്ട് വാങ്ങിക്കേണ്ടത്, അവിടുന്ന് ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം വാങ്ങിക്കില്ല, മോശം റിവ്യൂ ആണ് ആൾക്കാർ കൊടുക്കും. കസ്റ്റമേഴ്സിന് വേറെ പുല്ല് വില പോലും നൽകാത്ത സെന്റർ ആണ് ജിയോ. നമ്മള് എപ്പോഴും അവിടെ നിന്നായിരുന്നു ഹൈപ്പർ മാർക്കറ്റ് ലുലു പോവാൻ
ദൂരം ആയതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ഹാൻഡി ആയിട്ട് വരുന്ന ഇവിടെ ആയതുകൊണ്ട് പോകും. പക്ഷെ ഇനി ഒരിക്കലും അങ്ങോട്ട് പോകത്തില്ല. നിങ്ങൾ എന്ത് ചെയ്താലും കസ്റ്റമർ സർവീസ് അതാണ് ബെസ്റ്റ്. അവർക്ക് സംസാരിക്കുക, അവരെ നീഡ്, അല്ലാതെ ഈ പൊട്ടന്മാരൊക്കെ അല്ല ചെയ്യാനുള്ള. ഇനി ഇവർ ഒരു വർഷം ഇത് പൈസയുടെ കാര്യമല്ല, ഇവര് മാന്യമായിട്ട് സോറി ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വേണ്ട, ഓക്കെ ശരി, നമ്മൾ ഒന്നെങ്കിൽ വേറെ മേടിക്കുക, അല്ലെങ്കിൽ ഇത് വച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അല്ലാതെ ഇതൊരുമാതിരി വരാന്ന് പറഞ്ഞ് പൊട്ടന്മാരാക്കുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പൊ ഞാൻ ഇത് ഇട്ടോണ്ട് എനിക്ക് അവർക്കൊന്നും പറ്റാൻ പോണില്ല. അറ്റ്ലീസ്റ്റ് ഇത് കാണുന്നവർക്കെങ്കിലും അബദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. സർവീസ് അവിടെ കസ്റ്റമർ സർവീസ് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് ചെന്ന് ഇലക്ട്രോണിക് സാധനം വാങ്ങിച്ചാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു പോകത്തല്ല. അത് ഇട്ടിട്ട് ഒന്നും നടക്കാൻ പോകില്ല. നമ്മൾ ആ കേസ് വിട്ടു. ഇനി ആ ഫ്രിഡ്ജും എനിക്കറിയത്തില്ല അത് ഇനി എന്ത് ചെയ്യുമെന്ന്. നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ അതിന്റെ ബീഡിങ് മാറ്റണം, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് അല്ലാണ്ട് വേറെ ഇത്രയും മോശം സർവീസ്. കാരണം എല്ലാം റെക്കോർഡിംഗ് ആണ്. നമ്മളെല്ലാം അവരെ വിളിച്ചത് സംസാരിച്ചത് ഒക്കെ റെക്കോർഡിംഗ് ആണ്. ആക്ച്വലി അന്നേ കൊണ്ട് ചെന്ന് നമ്മൾ കേസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ കേസിന്റെ പിറകെ പോവാൻ വയ്യാഞ്ഞിട്ടാണ് ഈ ഒരു കാര്യത്തിന്. പക്ഷെ അവരങ്ങനെ ചെയ്തത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അവർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് അവരൊരു ബിസിനസ് ചെയ്യുമല്ലോ. സ്മാർട്ട് ബസാർ അല്ലേ, ആരെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ 3-4 വട്ടം ചിന്തിച്ച് സാധനം നമ്മൾ പോയി നോക്കി കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി തന്ന സാധനം എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റും. ഏറ്റവും മോശം സർവീസാണ് അവർ കൊടുക്കുന്നത്. ഓ, എന്റെ റേഞ്ച് ഇപ്പോഴാണെന്ന് അറിയാം. സത്യം, നമ്മള് പൊട്ടന്മാരാക്കുമായിരുന്നു, പൊട്ടന്മാര് വന്നില്ലേ. സോ അപ്പൊ എന്തായാലും ഇത് കാണുന്നവരെങ്കിലും അതിനെ ഞാൻ വീഡിയോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ കാണിക്കാം ലാസ്റ്റ്. സോ കാണുന്നവരെന്തായാലും തിങ്ക് ട്വൈസ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ബൈ. വീഡിയോ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം. ഓക്കെ. 4-ാം തീയതി വാങ്ങിച്ചൊരു ഫ്രിഡ്ജാണ് ഇത്. ഇത്രയും കംപ്ലൈൻറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തൊട്ടുള്ള കംപ്ലൈൻ്റാണ് ഇത്. അത് വേൾപൂളിനെ നമ്മളെ ഫെബ്രുവരി 4-ാം തീയതി എടുത്തതാണ്. എടുത്ത് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഇതിങ്ങനെ ഡോറ് പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ ഡോർ കംപ്ലീറ്റ് ഇത് അപ്പം തന്നെ അല്ല ഇതീ പിടിച്ചൊന്ന് തുറക്കാൻ നോക്കി വരും. അതിപ്പോൾ അവണ്ട് അവിടെ ഇളക്കി വെച്ചേക്കണം. അത് ഇളക്കിയല്ലേ, ഇളക്കി വെച്ചേക്കണം. വേൾപൂള് കയറാൻ വിളിച്ചു പറഞ്ഞ് അവർ വന്ന് നോക്കിയിട്ട് വന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റൂല, ഇതെല്ലാം കംപ്ലൈൻ്റാണ്, നമുക്ക് റീപ്ലേസ്മെന്റ് തരാന്ന് പറഞ്ഞ് പോയ വ്യക്തികളെ ഒരു വിവരവുമില്ല. വേൾപൂൾ കമ്പനി, വേൾപൂൾ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ അവർ വിളിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ ജിയോ എന്നാണ് സാധനം വാങ്ങിച്ചത്, അതുകൊണ്ട് അവർക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. അങ്ങനെ ശരി, ജിയോയിൽ ഞങ്ങൾ ഫെബ്രുവരി അവസാനം ജിയോയിൽ വിളിച്ചുകൊണ്ടിരിക്കുക തന്നെ. ആ പയ്യൻ നമുക്ക് വാങ്ങിച്ചു തന്ന പയ്യനെ വിളിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അതും പറഞ്ഞിട്ട് അവരോടും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഒരേ ദിവസവും മാറ്റി എല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവസാനം അവർ മാർച്ച് അവസാനം വരെ നോക്കിയിരുന്നിട്ട് ഇന്നിപ്പോൾ ജിയോ എന്നൊരാൾ വന്നിട്ട് പറയുന്നത് ഇത് വേറെ ഒരു പ്രശ്നമില്ല, അതിൻ്റെ ബീഡിങ് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതായത് നോക്ക്, പുതിയ 1 മാസമായ ഫ്രിഡ്ജാണ് കണ്ടോ അവർ തന്നത്. ഇതിൻ്റെ പേര് പോലും കാണാനില്ലാത്തൊരു ഫ്രിഡ്ജ്. ഇത്രയും പഴയ ഫ്രിഡ്ജ് എടുത്ത് നമ്മളെ പറ്റിച്ചിട്ട് ഇപ്പോൾ പറയണ ഇത് മാറ്റാൻ പറ്റൂല, ഇതിൻ്റെ ബീഡിങ് മാറ്റാൻ പറ്റും. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ജിയോ എന്നൊരു സാധനം ആൾക്കാർ വാങ്ങിക്കരുത്. ഈ വേൾപൂൾ കമ്പനി ഏറ്റവും മോശം സർവീസാണ്. പലരും പറഞ്ഞിട്ടുണ്ട് വേൾപൂൾ നിങ്ങൾ വാങ്ങിക്കരുത്. പക്ഷെ നമുക്ക് വീണ്ടും അബദ്ധം പറ്റിയെന്നുള്ളതാണ്. വേൾപൂൾ അവർ സർവീസ് സെൻറ്ററും മോശം, ജിയോയും മോശം.